ഈസലോട് ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗിലെയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഈ വീഡിയോയുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകി തന്ന സാവകാശത്തെ ഓർത്തുകൊണ്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഒരു വചനത്തിൽ നിന്ന് അല്പനേരം സംസാരിപ്പാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള നിമിഷങ്ങളായിരിക്കാം. ദൈവം നമ്മെ ഏവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കുവാനുള്ള ആ ഒരു വചന ചിന്ത എന്ന് പറയുന്നത്, നമ്മുടെ ദൈവം സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ്. നാം നമ്മുടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. ദൈവത്തിന് നാം സ്തുതികൾ അർപ്പിക്കുമ്പോൾ, നമ്മുടെ അധരങ്ങളെ തുറന്ന് ദൈവത്തിന് മഹത്വം കരേറ്റുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ്. സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവം, ആമേൻ, നമ്മുടെ സ്തോത്രയാഗങ്ങൾ നാം ദൈവത്തിന് അർപ്പിക്കുമ്പോൾ, ദൈവത്തിന് നാം നന്ദി കൊടുക്കുമ്പോൾ, ആമേൻ, ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് ഇടയായിത്തീരും. എൻ്റെ മുമ്പിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ആമേൻ, എന്തു തന്നെ ആയിരുന്നാലും, നിങ്ങൾ സ്തുതിച്ചു തുടങ്ങുമ്പോൾ സകല പൈശാചിക കോട്ടകളും നിങ്ങളുടെ മുൻപാകെ തകർന്നു വീഴുന്നൊരു കാഴ്ച, ആമേൻ, ദൈവം നിങ്ങളുടെ മുൻപാകെ, ആമേൻ, ഹല്ലേലൂയ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ നിങ്ങൾ കാണുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നമ്മുടെ ദൈവം സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ്. ആ ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് ഇടയായിത്തീരും. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന് നാം സ്തുതിക്കുമ്പോൾ, ദൈവത്തിന് നാം മാന്യത കൊടുക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കുവാനായിട്ടിടയായിത്തീരും. 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, യഹോവയെ മാനിക്കുന്നവനെ, ആമേൻ, ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം മാനിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാം സർവശക്തനായ ദൈവത്തിന് മാന്യത കൊടുത്താൽ ദൈവം നമ്മെയും മാനിപ്പാൻ വിശ്വസ്തനാണ്. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളുടെ മുൻപാകെ പറയാനായിട്ട് ആഗ്രഹിച്ച തിരുവെഴുത്ത് ഇതാണ്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യമാണ്. അവർ ആട്ടിൻകൊമ്പ് നീട്ടി ഊതുകയും നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടേണം. അപ്പോൾ പട്ടണം അതിൽ വീഴും, ജനം ഓരോരുത്തൻ നേരെ കയറുകയും വേണം. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നാം വായിച്ചു കേട്ട തിരുവെഴുത്ത് ഇങ്ങനെയാണ്. അവർ, ആമേൻ, പട്ടണമതിലിൻ്റെ മുൻപിൽ വന്നു നിൽക്കുകയാണ്. ഇസ്രായേൽ ജനവും, ആമേൻ, യോശുവയും കൂട്ടരും, ആമേൻ, പട്ടണമതിലിൻ്റെ മുൻപിൽ വന്നു നിന്നപ്പോൾ, ആമേൻ, സർവശക്തനായ ദൈവം യോശുവയോട് കൽപ്പിച്ച പ്രകാരം, ആമേൻ, ദൈവത്തിൻ്റെ, ആമേൻ, ആ ഒരു വാക്കിൻ്റെ അവർ അനുസരണം കൊടുത്തത് നിമിത്തം, ആമേൻ, ആ ഒരു വൻമതിൽ, ആമേൻ, അവരുടെ മുൻപാകെ തകർന്നടിയുന്നൊരു കാഴ്ച കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം മുൻപാകെ അവർ സ്തുതിച്ചു തുടങ്ങിയപ്പോൾ, ആമേൻ, ഈ പ്രതിസന്ധികളെ ഒന്നും വകവയ്ക്കാതെ, ആമേൻ, ദൈവത്തിന് അവർ, ആമേൻ, മഹത്വം കൊടുത്തപ്പോൾ, ദൈവത്തിന് അവർ മാന്യത കൊടുത്തപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അവരുടെ മുമ്പാകെ തകർന്നു വീഴുകയില്ല എന്ന് പറഞ്ഞ ആ ഒരു വൻമതിൽ, ആമേൻ, യെരിഹോ മതിൽ, ഹല്ലേലൂയ, സ്തോത്രം, ആ യെരിഹോ മതിൽ ഇടിഞ്ഞു തകർന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപാകെ അത് നിലംപരിശായി തീർന്ന ഒരു കാഴ്ച പിന്നത്തേതിൽ നാം കാണുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ കേട്ട വാഗ്ദത്തങ്ങൾ പലതും ഈ വർഷത്തിൻ്റെ അവസാന മാസത്തിലേക്ക് നാം എത്തപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പല വാഗ്ദത്തങ്ങളും നമ്മുടെ മുമ്പാകെ, ആമേൻ, അത് നമ്മുടെ കരങ്ങളിൽ എത്തപ്പെട്ടില്ലായിരിക്കാം. ഇന്ന് പകലിൽ അതിന് തടസ്സമായി നിൽക്കുന്ന ചില, ആമേൻ, കോട്ടകളെ, ഹല്ലേലൂയ, ദൈവം, ആമേൻ, ഈ പകൽ ഈ ഒരു വചന സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവൃത്തി ചെയ്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ, നിങ്ങളിൽ നിന്ന് ദൈവത്തിന് മാന്യത ഉയരുകയാണെങ്കിൽ, നിങ്ങളിൽ നിന്ന് ദൈവത്തിന് നന്ദി, സ്തോത്രം, സ്തുതികൾ ഉയരുകയാണെങ്കിൽ, ആമേൻ, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാനായിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങളുടെ മുമ്പാകെ, ആമേൻ, പിടിച്ചടക്കുവാൻ കഴിയാത്ത കോട്ടകളെ ദൈവം, ആമേൻ, നിങ്ങളുടെ മുൻപാകെ അതിനെ കീഴടക്കുവാനായിട്ട് ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ.
എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആമേൻ, മോശയും ആമേൻ ഇസ്രായേൽ മക്കളൊക്കെയും ആമേൻ വാഗ്ദത്ത കനാനിലേക്ക് എത്തപ്പെടുവാനായിട്ട് പുറപ്പെട്ടു എങ്കിലും ആമേൻ പിന്നത്തേതിൽ മോശയുടെ മരണശേഷം ആമേൻ യോശുവ ആമേൻ ആ നേതൃത്വ നിലയിലേക്ക് കടന്നു വന്നു. യോശുവ ദൈവത്തിൻ്റെ മുൻപാകെ, ദൈവം പറഞ്ഞ വാക്കിൻ്റെ മുൻപാകെ ദൃഢനിശ്ചയത്തോടുകൂടെ ദൈവത്തിൻ്റെ വാക്കിൻ്റെ മുമ്പാകെ അനുസരണം കൊടുത്തതുകൊണ്ട് യോശുവയെ മാതൃകയാക്കിയ ഇസ്രായേൽ ജനം അതിന് അനുസരണം കൊടുത്തു. അവൻ പറഞ്ഞ വാക്ക് അതുപോലെ അനുസരിച്ചതുകൊണ്ട് ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം ആമേൻ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അവരുടെ മുൻപാകെ ആമേൻ കീഴടങ്ങത്തില്ല എന്ന് പറഞ്ഞു നിന്ന യെരിഹോ മതിലാകുന്ന വലിയ വിഷയത്തെ ദൈവം ആമേൻ നിഷ്പ്രയാസം അതിനെ താറുമാറാക്കി. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ മുൻപാകെ ആമേൻ ഒരിക്കലും ആമേൻ കീഴടങ്ങത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങൾ ആമേൻ ഹല്ലേലൂയ, ഇന്നു പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ മുൻപാകെ ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഹല്ലേലൂയ, സ്തോത്രം, ചില കോട്ടകൾ നിങ്ങൾക്ക് വേണ്ടി തകർക്കുവാൻ സർവശക്തനായ ദൈവം വിശ്വസ്തനാണ്. ഈ നിമിഷം നിങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മതിയായവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. തടസ്സങ്ങളെ ഭേദിച്ചുകൊണ്ട് ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ കരങ്ങളിൽ നൽകിത്തരുവാൻ ദൈവം വിശ്വസ്തനാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മെ തന്നെ ഈ വചനത്തിൻ്റെ മുൻപാകെ സമർപ്പിച്ചേൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ ഏവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ ആർക്കും അതിനെ തടുക്കുവാൻ സാധിക്കത്തില്ല. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവിക കരുതലിൻ്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലസ് യു ഓൾ.